അക്ഷരങ്ങളിൽ എന്റെ നാട് 6ാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ 6ാമത് ഊഴമാണിത്. എഴുത്തിനെ ജനകീയമാക്കിയ വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് ഈ ഊഴത്തിൽ കൃതികളെ പരിചയപ്പെടുത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ പി.കെ. ഉൾക്കാഴ്ചകളാൽ സമ്പന്നമായ ജീവിതത്തെയും ജീവിതം നൽകുന്ന തിക്താനുഭവങ്ങളെയും ഒരു വേള മരണത്തെപ്പോലും ധീരമായി അഭിമുഖീകരിക്കുന്ന കഥാപാത്രങ്ങളാൽ സമ്പന്നമായ കൃതികളാണ് പ്രതിഭ റായിയുടേത്. ഉള്ളുലയ്ക്കുന്ന കഥകളിൽ ആദിയും വ്യതകളും അസ്വസ്ഥതകളും ഉണർത്തുന്ന നിരവധി ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഉത്തരമില്ലാതെ അലയുന്ന ചോദ്യങ്ങൾ. ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ പ്രതിഭ റായിയുടെ കൃതികളിൽ പലതും കഥയാണോ ജീവിതമാണോ എന്ന് വിവേചിച്ചറിയാൻ ആവാത്ത വിധത്തിൽ എഴുത്തിന്റെ വൈദഗ്ധ്യം കൊണ്ട് വായനക്കാരിൽ സംശയം ജനിപ്പിക്കുന്നവയാണ്. ആൾക്കൂട്ടത്തോട് ചേർന്ന് നിൽക്കാൻ എക്കാലവും വിമുഖത കാണിക്കുന്ന മൃദുഭാഷിണിയായ ഈ എഴുത്തുകാരി ചുറ്റുമുള്ള കാഴ്ചകളെ സാഗൂതം നോക്കിക്കാണുകയും അവയുടെ ജീവിതാംശങ്ങളെ കൃതിയിൽ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാഹിത്യത്തോട് ഏറെ ഇഷ്ടമുള്ള ഈ എഴുത്തുകാരി നോവൽ എന്നർത്ഥം വരുന്ന ആഖ്യായിക എന്നാണ് തന്റെ വീടിന് പേരിട്ടിരിക്കുന്നത്. ഒഡീഷയിലെ കട്ടക് ജില്ലയിലെ ഒരു വിദൂര ഗ്രാമത്തിൽ പിറന്ന് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ രചനകൾക്ക് തുടക്കം കുറിച്ച ഇവർ നിരവധി വിമർശനങ്ങളാണ് എക്കാലവും ഏറ്റുവാങ്ങിയിട്ടുള്ളത്. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇവർ പുരോഹിത വർഗത്തിന്റെ ജാതി മത വർഗ വർണ്ണ വിവേചനങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചത് ഇപ്പോഴും നിയമ പോരാട്ടത്തിലാണ്. മലയാളത്തിലെ എഴുത്തുകളും എഴുത്തുകാരും എപ്പോഴും തനിക്ക് പ്രചോദനങ്ങളാണ് എന്ന് ഈ എഴുത്തുകാരി പലകുറി പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിലെ നിരവധി വായനക്കാരുടെ ഇഷ്ട എഴുത്തുകാരി കൂടിയായ ഈ ഒഡീഷക്കാരിയാണ് 2024 ONV പുരസ്കാര ജേതാവ്. ഡോക്ടർ M.K. പ്രീത മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ കൃതിയെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രസീത ടീച്ചറാണ്. തരുവണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം മലയാള അധ്യാപികയായിരുന്ന പ്രസീത പൂലേരി വെള്ളവുണ്ട പബ്ലിക് ലൈബ്രറിയിലെ മികവുറ്റ ഒരു വായനക്കാരിയാണ്. മലയാള ഭാഷയെ അളവറ്റു പ്രണയിക്കുന്ന ഈ അധ്യാപികയുടെ ഒരു കഥാസമാഹാരം പ്രകാശിതമാവാൻ അവസാനഘട്ട തയ്യാറെടുപ്പിലാണ്. വായനയെ ഗൗരവമായ അറിവ് സമാഹരണ ഉപാധിയായി കാണുന്ന ടീച്ചറിന്റെ വായനാ അനുഭവങ്ങളിലൂടെ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ഊർജം നൽകുന്ന പ്രതിഭ റായിയുടെ അവളുടെ മാത്രം ആകാശം എന്ന കൃതിയുടെ രചനാപാഠവും നമുക്ക് ഏറ്റെടുക്കാം. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ശ്രീമതി പ്രതിഭ റായിയുടെ ദേഹാതീത് എന്ന നോവലിന്റെ പരിഭാഷ അവളുടെ മാത്രം ആകാശം. വിവർത്തക ഡോക്ടർ M.K. പ്രീത. ഈ നോവൽ പിറന്നതിനെക്കുറിച്ച് ചില സൂചനകൾ നോവലിസ്റ്റ് നമുക്ക് നൽകുന്നുണ്ട്. ഇതിലെ പ്രധാന കഥാപാത്രമായ സ്വാഹ എന്ന പെൺകുട്ടിയെ നേരിട്ട് അറിയുന്നതും അയൽക്കാരിയുമായിരുന്നു എന്നതാണ് അത്. തൻ്റെ കൃതികൾ അവൾ വായിച്ചിരുന്നുവെന്നും രോഗശയ്യയിലായിരുന്ന സ്വാഹ 25 വയസ്സുവരെ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ എന്നും പറയുന്നു. അവളുടെ മരണാനന്തരം നോവൽ എഴുതാൻ ആരംഭിച്ചപ്പോൾ അവളുടെ ആത്മാവാണ് എനിക്ക് എഴുതാൻ പ്രചോദനമായതും എന്നാണ് നോവലിസ്റ്റ് പറയുന്നത്. ഒരനുഭവ കഥയുടെ ആഴവും വ്യാപ്തിയും ഈ നോവലിനുണ്ട്. ജീവിതത്തിൻ്റെ തീവ്രത അതിൻ്റെ എല്ലാ തീക്ഷ്ണതയോടെയും ഇതിൽ ആവിഷ്കരിക്കുന്നു. സ്വാഹയാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രം. ശരീരം അഴുകിപ്പോകുന്ന അസുഖമായിരുന്നു അവൾക്ക്. ഇടയ്ക്കിടെ മാംസം മുറിച്ചു മാറ്റിയിരുന്നു. 14 വയസ്സുവരെ സാധാരണ പെൺകുട്ടിയുടെ എല്ലാ കൗതുകത്തോടെയും ജീവിച്ചിരുന്ന സ്വാഹ പിന്നീട് വീൽചെയറിലേക്കും അവിടുന്ന് കിടക്കയിലേക്കും എന്നേക്കുമായി മാറുന്നു. ജനാലക്കരികിലുള്ള കിടക്കയിൽ ആ കിളിവാതിലിലൂടെ മാത്രം പുറലോകം കണ്ടിരുന്ന ഈ പെൺകുട്ടിയുടെ അനുഭവങ്ങളുടെയും സഹനത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും കഥയാണ് അനാവരണം ചെയ്യപ്പെടുന്നത്. തൻ്റെ ഈ അവസ്ഥയിൽ പോലും അവൾ ദുഃഖിക്കുകയോ ജീവിതത്തെ വെറുക്കുകയോ ചെയ്യുന്നില്ല. പകരം ഈശ്വരോന്മുഖമായ പ്രണയം അവളുടെ മനസ്സിനെ പ്രകാശപൂരിതമാക്കുന്നു. കിടന്ന കിടപ്പിൽ അവൾക്ക് പറ്റുന്ന ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് അവളുടെ അമ്മയായ വസുധയെ സഹായിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയുമാണ് ചെയ്യുന്നത്. കിളിവാതിൽ തുറക്കുമ്പോൾ തന്നെ പ്രതീക്ഷയുള്ള ആകാശം അടുത്തുവരും. സ്വാഹയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഒരു കീറാകാശം കിളിവാതിലിലൂടെ വീട്ടിലേക്ക് കടന്നു വരുന്നു. ആകാശം ഉദാരവും വിശാലവുമാണ്. മഴ, ഇടിമിന്നൽ, കാറ്റ്, വെയിൽ, സൂര്യൻ, ചന്ദ്രൻ, താരകങ്ങൾ ഇവയെല്ലാം വർഷങ്ങളായി ആകാശത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവളോട് കുശലാന്വേഷണം നടത്തുന്നു. അവർ മാത്രം. പ്രതിസന്ധികൾ നിറഞ്ഞ അവളുടെ ജീവിതത്തിലേക്ക് പല വ്യക്തികളും കടന്നു വരുന്നു. ഓംകാർ അവളുടെ ബാല്യകാല സുഹൃത്തും ബന്ധുവുമാണ്. വർഷങ്ങൾക്കിപ്പുറം അവളെ കാണാൻ വരുന്ന ഓംകാർ സമ്മാനമായി കൊണ്ടുവരുന്നത് ഭംഗിയുള്ള സോക്സുകളാണ്. സ്വാഹിയുടെ അച്ഛനായ ശ്യാമൾ ബാബുവിൽ നിന്നും രോഗവിവരങ്ങൾ അറിഞ്ഞ ഓംകാർ കാലുകൾ തളർന്ന അവൾക്ക്
സോക്സുകൾ സമ്മാനിച്ചത് താൻ പരിഹസിച്ചതായി തോന്നുകയും കുറ്റബോധം കൊണ്ട് വിഷമിക്കുകയും ചെയ്യുന്നു. ഭിക്ഷയാചിച്ചു നടക്കുന്ന അന്ധനായ റസാഖ് എന്ന ബാലൻ സ്വാഹിയുടെ ചങ്ങാതിയാവുന്നു. അച്ഛനോട് പറഞ്ഞ് അവനെ സ്കൂളിൽ അയക്കുകയും സംരക്ഷിക്കുകയും സ്വാഹ ചെയ്യുന്നു. പിന്നീട് സ്വന്തം സഹോദരനായി അവൾ റസാഖിനെ കൂടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. മുസ്ലിം ബാലനോടുള്ള അവളുടെ സമീപനം ജാതിമത അതിർവരമ്പുകൾ ലംഘിക്കുന്നതായിരുന്നു. നമ്മുടെ ജാതി വികലാംഗരുടെ ജാതിയാണെന്ന് പറഞ്ഞ് സ്വാഹ അവൻ്റെ വിഷമം തീർക്കുകയാണ് ചെയ്യുന്നത്. സഹജീവികളോടുള്ള സഹാനുഭൂതിയും ദയയുമാണ് സ്വാഹയെ മുന്നോട്ട് നയിച്ചിരുന്നത്. ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെടുന്ന ക്ഷണിക എന്ന പെൺകുട്ടി അവൾക്ക് പ്രിയപ്പെട്ടവളായി മാറുന്നു. ക്ഷണപ്രഭയായി മാഞ്ഞു പോകുന്ന അവൾ സ്വാഹിയിൽ വേദന സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ജീവിതത്തെയും തന്നെത്തന്നെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത് ക്ഷണികയാണെന്ന് അവൾ തിരിച്ചറിയുന്നു. അപ്രതീക്ഷിതമായ ചില മരണങ്ങൾ കുടുംബത്തെ താളം തെറ്റിക്കുന്നു. സ്വാഹിയുടെ സഹോദരിയും ശ്യാമൾ ബാബുവിൻ്റെ സഹോദരനുമാണ് അവർ. തൻ്റെ മകളുടെ തുടർ ജീവിതത്തിന് സഹായകമാവുന്ന ഈ രണ്ടുപേരുടെ മരണം ശ്യാമൾ ബാബുവിനെ ആകെ നിരാശനാക്കുകയാണ് ചെയ്യുന്നത്. ഓംകാറിനെയും ദേവിയെയും മകളുടെ കാര്യങ്ങൾ നോക്കാൻ അദ്ദേഹം ഏൽപ്പിക്കുന്നു. തൻ്റെ മരണത്തിനു മുമ്പ് മകൾ മരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. വാത്സല്യനിധിയായ ഒരു പിതാവിന് അങ്ങനെ ചിന്തിക്കാനേ പറ്റൂ. തൻ്റെ കാലശേഷം അവൾക്ക് ആരാണ് ഉണ്ടാവുക എന്ന ആശങ്ക അദ്ദേഹത്തെ അലട്ടിയിരുന്നു. വായനക്കാരിൽ മാനസിക സംഘർഷം സൃഷ്ടിക്കുന്ന പല മുഹൂർത്തങ്ങളും ഈ നോവലിലുണ്ട്. കഥാപാത്രങ്ങളുടെ ചിത്രീകരണത്തിലും അവരുടെ മനസ്സിലൂടെയുള്ള സഞ്ചാരത്തിൻ്റെ ആവിഷ്കാരത്തിലും വളരെയേറെ മികവ് പുലർത്തുന്നു. ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോകുന്ന അവസ്ഥകൾ തന്മയത്വത്തോടെ ആവിഷ്കരിച്ചിരിക്കുന്നു. രോഗാതുരമായ ഒരവസ്ഥ ഒരാൾക്ക് വരുമ്പോൾ അതിനെ എങ്ങനെ അതിജീവിക്കാം എന്ന മാതൃക സ്വാഹിയുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. പക്വതയും കണിശതയും നിറഞ്ഞ വ്യക്തിത്വത്തിന് ഉടമയാണ് അവൾ. വായനക്കാരിൽ സകലതിനോടും വെറുപ്പ് തോന്നിപ്പിക്കുന്ന പല സന്ദർഭങ്ങളും ഈ നോവലിലുണ്ട്. ജീവിതത്തോടും ദൈവത്തോട് തന്നെയും വെറുപ്പ് തോന്നിപ്പിക്കുന്നു. ഓരോ കഥാപാത്രങ്ങളും അവരുടെ ജീവിതം ജീവിച്ചു തീർക്കുന്നു. വളരെയേറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും അഭിലാഷങ്ങളും വെച്ചു പുലർത്തുന്ന ക്ഷണിക എന്ന കഥാപാത്രം ഓരോ മനുഷ്യൻ്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. ക്ഷണപ്രഭ പോലെ മിന്നിമറയുന്ന അവരുടെ ജീവിതത്തിലൂടെ മനുഷ്യജീവിതത്തിൻ്റെ നിരർത്ഥകതയും നശ്വരതയും വെളിവാക്കപ്പെടുകയാണ്. ആകാശത്തിൻ്റെ അനന്തതയും വിശാലതയും വഹിക്കുന്ന അനേകം കഥാപാത്രങ്ങളെയും കാണാം. സ്വാഹിയുടെ അമ്മ വസുധ അത്തരത്തിലുള്ള ഒരു കഥാപാത്രമാണ്. അവർ ഒന്നും പറയുന്നതായോ ചെയ്യുന്നതായോ നമുക്ക് തോന്നുന്നില്ല. നിശബ്ദ സാന്നിധ്യമായി നിസ്സഹായതയുടെ ആൾരൂപമായി അവർ ജീവിക്കുന്നു. നമ്മെ ഏറ്റവും വേദനിപ്പിക്കുന്ന കഥാപാത്രമാണ് അവർ. ഓരോ കഥാപാത്രവും ഓരോ തുരുത്തുകളായി തോന്നുമെങ്കിലും ഇവരൊക്കെ സ്വാഹിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അവരുടെ സാന്നിധ്യം എല്ലാ അർത്ഥത്തിലും നോവലിന് മിഴിവേകുന്നു. വായനക്കാരുടെ ചിന്തകൾക്കും ആസ്വാദനത്തിനുമപ്പുറം തൻ്റെ ജീവിതാവസ്ഥകളെ മനസ്സിലാക്കാനും അനുഭവിപ്പിക്കാനും ഇവർ പ്രേരണ നൽകുന്നു. മനുഷ്യൻ മനഃപൂർവ്വം മറന്നെന്നു നടിക്കുന്ന മരണത്തിൻ്റെ കറുത്ത നിഴൽ ഈ നോവലിൽ ഉടനീളം കാണുവാൻ സാധിക്കും. മരണത്തിൻ്റെ അനിഷേധ്യമായ ശക്തി വെളിപ്പെടുത്തുന്നതോടൊപ്പം നോവലിസ്റ്റിൻ്റെ മൃത്യുബോധത്തിൻ്റെ വ്യക്തമായ രേണുക്കൾ ഇതിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിക്കുകയാണ്. പ്രിയപ്പെട്ട പലരുടെയും മരണം ചിത്രീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിനെ നിസ്സംഗതയോടെ കാണാനും വീണ്ടും പ്രത്യാശാപരമായ ജീവിതം നയിക്കാനും ഓരോരുത്തരും തയ്യാറാവുന്നു. അതിലൂടെ ജീവിതാസക്തിയുടെ പ്രാധാന്യം വെളിവാക്കപ്പെടുന്നു. പ്രതീക്ഷയുടെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും ആൾരൂപങ്ങളായി ആവിഷ്കരിക്കാനാണ് നോവലിസ്റ്റ് ശ്രമിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. മരണാനന്തരം ഭൂമിയിൽ എന്തെങ്കിലും അവശേഷിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. സ്വാഹിയുടെ ഡയറിക്കുറിപ്പിൻ്റെ വരികളിലേക്ക് പോകാം. ജീവിതം മനുഷ്യനെ അനുസരനാക്കുന്നില്ല, മരണമാണ് അത് നിർവഹിക്കുന്നത്. അമരനാകുക എന്നതാണ് മനുഷ്യജീവിതത്തിൻ്റെ അവസാനത്തെ ആഗ്രഹം. മരണശേഷവും ജീവിച്ചിരിക്കുക, ചരിത്രത്തിൻ്റെ ഏടുകളിൽ ജീവിച്ചിരിക്കുക. മനുഷ്യഹൃദയത്തിൻ്റെ സ്മൃതിയുടെ ചരിത്രത്തിൽ അതുകൊണ്ട് മനുഷ്യൻ ചരിത്രം രചിക്കുന്നു. പിന്നെയവൻ വംശം, കുടുംബം, സന്താനം, സന്തതി ഇവയെല്ലാം സൃഷ്ടിക്കുന്നു. സന്താന സന്തതികളുടെ രക്തപ്രവാഹത്തിലൂടെ ജീവിതത്തിൻ്റെ അനന്തമായ പ്രവാഹത്തെ നിലനിർത്തുന്നു. ഞാനും മനുഷ്യനാണ്. ഞാനും ഉള്ളിൽ അമരത്വം കാംക്ഷിക്കുന്നു. അതിനാൽ എൻ്റെ ഈ വികലാംഗ ശരീരം ചിതയിൽ കത്തിയെരിയും. എൻ്റെ ശരീരത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗം, എൻ്റെ കണ്ണുകൾ, ഭൂമിയിൽ അവശേഷിക്കും. അവ വിശ്വദർശനം നടത്തും, വിശ്വമയമായി തീരും. സ്വാഹിയുടെ അന്ത്യാഭിലാഷവും അതായിരുന്നു. അങ്ങനെ പ്രതീക്ഷാനിർഭരമായ ജീവിതത്തിന് തിരശ്ശീല വീഴുന്നു. നിർദ്ധാരണം ചെയ്യാൻ സാധിക്കാത്ത ജീവിത സമസ്യകളിലൂടെ വായനക്കാർക്ക് അവളുടെ മാത്രം ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കട്ടെ. അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ ജൂൺ 27 മലയാള നോവലിസ്റ്റുകളിൽ പ്രധാനിയും നിരൂപകനുമായ രാജേന്ദ്രൻ എടത്തുംകരയുടെ ഞാനും ബുദ്ധനും എന്ന കൃതിയെ എഴുത്തുകാരനും അധ്യാപകനുമായ ഡോക്ടർ കെ രമേശൻ അവതരിപ്പിക്കും. അക്ഷരങ്ങളിൽ എൻ്റെ നാട് 6ാമത് ഊഴം
വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ മാറ്റുലിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ 6ാമത് ഊഴമാണിത്. എഴുത്തിനെ ജനകീയമാക്കിയ, വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് ഈ ഊഴത്തിൽ കൃതികളെ പരിചയപ്പെടുത്തുന്നത്. നിർവഹണം ഷാജൻ ജോസ്. നിർവഹണ സഹായം സുധീർ പി കെ.